ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ അതും ചൈനക്കാരുണ്ടാക്കണതാണ് കേട്ടോ. ചൈനീസ് ഐറ്റം ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മുട്ട വറക്കൂലേ, അതുപോലെ അവർ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ബീഫും പൊട്ടറ്റോയും വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഒരു സെമി ഗ്രേവിയിലാണ് കേട്ടോ ഈ ഒരു കറി വരുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. 250 ഗ്രാമാണ് കേട്ടോ നമ്മൾ ഈ ബീഫ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ഈ പൊട്ടറ്റോയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഒന്ന് കോൾഡ് വാട്ടറിൽ ഇട്ട് വെക്കണം കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റാർച്ചൊക്കെ പോവാൻ വേണ്ടി. അതിപ്പോ കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. അമ്മ കൊല വെട്ടിയതാണ്. കൊല എന്ന് വീണത് ഒരു കേബിളിന്റെ വയറിലേക്ക് ആയിപ്പോയി. പിന്നെ സേതുവേട്ടനും അമ്മയും കൂടി ചേർത്ത് കൊലയൊക്കെ തട്ടിയിട്ട് ആ കൊലയാണ് ഈ കൊല. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. കൊല കാണുമ്പോഴാണ് അറിയണത് എന്ത് ഇങ്ങനെയൊക്കെ ഈ സംഭവം ഉണ്ടായി. അമ്മ വെട്ടിയപ്പോ മറിഞ്ഞു വീണൊന്നും എനിക്കറിയണ്ടായില്ല. രാവിലെ നടന്ന കൊല. ഇതെങ്ങനെ ഇരിക്കുന്ന ഇതിലേ യൂട്യൂബിൽ ഞാൻ ഈ റെസിപ്പി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടാ ഭയങ്കര പാടായിരിക്കും. നോക്കുമ്പോൾ ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പം. അതാണെന്ന് തോന്നുന്നു ചൈനക്കാർ കൂടുതലായിട്ട് എപ്പോഴും ഉണ്ടാക്കുക. നമ്മൾ മുട്ടയൊക്കെ വറക്കണ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ ഒണിയൻ വേണ്ടേ? ഒണിയൻ വേണം. പക്ഷെ ഒണിയനൊക്കെ ഒരു ഒണിയനൊന്നും വേണ്ട, എല്ലാവരും ഹാഫ് മതി കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേ പൊട്ടറ്റോ അരിയേണ്ടത് ഇങ്ങനെ റൗണ്ട് ആക്കിയാണ് കേട്ടോ അരിയണത്. ഭയങ്കര കട്ടിയായിട്ടും അരിയരുത്, ഭയങ്കര തിന്നായിട്ടും അരിയരുത്. ഒരു അത്യാവശ്യം നമുക്കുണ്ട് അതിങ്ങനെ ഒരു ഇതിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇപ്പം അവരും 250 ഗ്രാം തന്നെയാണ് അവർ എടുത്തേക്കണത്. അതുപോലെ പൊട്ടറ്റോ 2 പൊട്ടറ്റോ ഉണ്ട് എടുത്തേക്കണം. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കോൾഡ് വാട്ടറിൽ ഇട്ട് വെക്കണത്. അപ്പം അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. വാഷ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പൊ അതേ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. സോക്ക് ചെയ്ത് വെക്കണ പോലെ വെക്കാം. നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് നേരം ഇരുന്നാൽ മതി. പക്ഷെ ബീഫ് റെഡിയാക്കുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. അപ്പൊ നമുക്ക് ബീഫ് ഒന്ന് മുറിച്ചെടുക്കാം. കാരണം ഈ ബീഫ് കട്ട് ചെയ്തെടുക്കുന്നത് ഭയങ്കര തിന്നായിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം കട്ട് ചെയ്യാതെ ഇതിന് വേണ്ടി പറഞ്ഞു വാങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യണത്. പറ്റിയില്ലെങ്കിൽ ചെയ്തോട്ടം കട്ട് ചെയ്ത്. ഇപ്പം നമ്മൾ ബീഫൊക്കെ വാങ്ങാൻ പോകില്ല കേട്ടാ. അപ്പം 250 ഗ്രാമൊക്കെ അവിടെ നിന്ന് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ? ഈ വെട്ടണ സ്ഥലത്ത് എല്ലായിടത്തുനിന്നും കിട്ടും. പരിചയം ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഞാനിപ്പോൾ ഇത് മേടിച്ചത് മറ്റേ ഇതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഗ്രീൻ ലീഫിൽ നിന്നല്ലേ മേടിച്ചേക്കണത്? ഇത്രയും മതിയാവും? കുറച്ചും കൂടി തിന്നാവണം. ആണോ? ബീഫ് താഴത്ത് മുട്ടണുണ്ട് കേട്ടോ. ആണോ? ഇവിടെ നല്ല കത്തികളുണ്ടേ. അങ്ങനെ ആ ബ്ലേഡ് സൈഡ് അങ്ങനെ വെക്കുക. എന്നിട്ട് അരി ഇപ്പൊ ഓക്കെയാണ് അല്ലേ? ഇങ്ങനെ മുറിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, നമ്മളല്ല കഴിക്കണത്. അപ്പൊ പിന്നെ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ? നമുക്കിനി ഇങ്ങനെ അരിഞ്ഞെടുക്കാം. കത്തി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് അരി. അങ്ങനെ അരി. അതാണ് കറക്റ്റ്. നീ ഇപ്പൊ വെട്ടിയതാണ് കറക്റ്റ്. ആണല്ലേ? ഇതിപ്പോ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരെന്താ അലിവ കഷ്ണം പോലെയാണല്ലോ ഇത് മുറിച്ചെടുക്കണത്. ചെയ്തിട്ട് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഇപ്പൊ പറ്റുന്നുണ്ട്. ചരിച്ച് വെച്ചിട്ട് ബ്ലേഡ് ചരിച്ചു നോക്കണം. എങ്ങനെയുണ്ട് കട്ട് ചെയ്തിട്ട്? നല്ലതാ. ഒരു കത്തി വേണം അല്ലേ? ഞാനൊരു ബുക്കിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ എപ്പോഴും എന്തെങ്കിലും മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സമയം പോകണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെക്കും.
പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ യൂട്യൂബ് ഒന്നും നോക്കി ഉണ്ടാക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. നമ്മൾ ഈ കുക്കിംഗ് ചാനലൊക്കെ കാണുമ്പോൾ അന്ന് ഞാനിങ്ങനെ ബുക്കിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ 2 മെയിൻ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണ ഈ 2 മെയിൻ ഐറ്റം ഉണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ബീഫും പൊട്ടറ്റോയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ കറിയിൽ. പിന്നെ നമുക്കിനി കുറച്ച് ഗാർലിക്കും കൂടി വേണം. ഓണിയൻ ഇത് വേണ്ടേ? സവാള വേണം, ഗാർലിക് വേണം. അപ്പൊ നമുക്ക് ഈ ബീഫിലേക്ക് കുറച്ച് സംഭവങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം വെക്കാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഓണിയനും ഗാർലിക്കൊക്കെ ശരിയാക്കി എടുക്കാമല്ലോ. ബീഫിലേക്ക് നമുക്കിനി സോയാ സോസ്, കോൺസ്റ്റാർച്ച്, ഷുഗർ, ബേക്കിംഗ് സോഡ, കുറച്ച് വാട്ടർ, കുറച്ച് ഓയിൽ, ഇത്രയും. ബേക്കിംഗ് സോഡ ഇടണം എന്തിനാ? അതെന്തിനാന്നറിയോ? ബീഫ് ഒന്നും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട്. സേതേട്ടൻ പറഞ്ഞാ എനിക്കറിയില്ല. സോഡ പൗഡർ, ബേക്കിംഗ് സോഡ, എന്താണ് അത്? ബേക്കിംഗ് സോഡ അത് കുറച്ച് മതിട്ടാ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി, കുറച്ചിട്ടാ മതി. ഒരു പിഞ്ച് നമ്മൾ ഒരു ഉപ്പിടണ പോലെ തന്നെയാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺസ്റ്റാർച്ച് ശരി ഇട്ട് കൊടുക്കാം. അടുത്തത് വന്നിട്ടോ ഇനി നമുക്ക് സോയാ സോസ് പുതിയത് വെച്ചതാ, നല്ലതാട്ടത്. ബേക്കിംഗ് സോഡ ഇല്ലാന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പമില്ല കേട്ടോ. സോയാ സോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്തിരി ഇടാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് എന്താ ഒരു പേരിന്. പിന്നെ കുറച്ച് ഓയിൽ വേണം, ഒരു ലിറ്റിൽ ബിറ്റ് ഓയിൽ. ഓക്കെ, സൺഫ്ലവറാണ് കേട്ടോ ഞാൻ. ഇനി അടുത്തത് വെള്ളമാണെങ്കിലും കുറച്ച് മതി, വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആകുമ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മതി. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ആയി. അതായത് മീൻ പരട്ടി വെക്കണമല്ലോ അല്ലേ? ഇച്ചിരി കൂടെ ഉപ്പ് വേണം. നമ്മൾ മീനൊക്കെ വെക്കില്ല, അല്ലെങ്കിൽ ചിക്കനൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ കറികൾ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ ബീഫും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മളിതാ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് കോൺഫ്ലവർ, നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കോൺഫ്ലവർ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. കണ്ട ഇത്രയും മതിയോ? നമ്മൾ ബീഫിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ കുറച്ച് വെള്ളത്തിലും കൂടെ നമ്മൾ ആകെതായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി കട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഗാർലിക്കും പിന്നെ സ്പ്രിംഗ് ഓണിയനും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. നല്ല ഫ്രഷ് ആണുള്ള ഗ്രീൻ ലീഫിൽ നല്ല രസമുണ്ടല്ലേ. ചിലത് കിട്ടണത് ആകെ ഇതാവാറുള്ളൂ. നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റിയിട്ട് വയ്ക്കാം. അറിയാതെ കേട്ടാ എല്ലാം ഇത്തിരി മതി എന്നാണ് കേട്ടോ പറഞ്ഞേക്കണം. നമുക്ക് ഇത്ര മതി കേട്ടോ, 2 മതി. ഇത് നമ്മൾ എപ്പോഴും ഇതുപോലെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഉള്ളി, ഓണിയൻ എടുക്കും, പിന്നെ ചെറിയ ഉള്ളി എടുക്കും. നമുക്ക് ഈ കറി വെക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹാഫ് ആണെങ്കിലും മതി. വളരെ കുറച്ച് ഓണിയനാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യണത്. അനിയൻ, സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അവരെടുത്തേണ് വൈറ്റ് കളറില, നമുക്ക് 2 മേടിക്കാം. ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്ട് വെക്കാം. ഓക്കെ, ഇനി ഇതും കൂടെ കട്ട് ചെയ്യാം. നമുക്ക് ഇത് വേണ്ടെന്ന് അവര് പറഞ്ഞത്, അത് നമുക്ക് വേറെ കളയണ്ട അല്ലേ, കഴുകിയെടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്ത് വെക്കാം. അവരിങ്ങനെ ഉണ്ടാ കാണിച്ച അവർ പറയണേ ഈ ഒരു പോർഷൻ ഇല്ലേ അതിങ്ങനെ
ഇങ്ങനെ മുറിക്കണം. ഈ ഒരു തണ്ടിൻ്റെ അവിടെ ഇങ്ങനെ നടുക്കനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്നറിയില്ല. ആണല്ലേ? ആ ഓക്കെ. അപ്പം അങ്ങനെ അരിഞ്ഞ് വെച്ചോളൂ കേട്ടോ. ഇത് വേണ്ട. ഞാനിപ്പോ ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതാ അത്യാവശ്യം വലിയ ഇതിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ ചൈനീസ് ഡിഷിനൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോയാ സോസും സ്പ്രിംഗ് ഓണിയനാണ് അല്ലേ ഇതോട്ടാ? എനിക്കാണെങ്കിൽ ഇത് തിന്നാൻ കൊതിയായിട്ടുണ്ട്. കാരണം അവർ ആ വീഡിയോ കണ്ടിട്ടേ നമുക്ക് ഉണ്ടാക്കാലോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ ഡിഷും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാറ്. പക്ഷെ ഇത് ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ ടേസ്റ്റ് പോലും അറിയില്ല. പക്ഷെ ഞാൻ പറയണതാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത്. കണ്ണിന് വെള്ളം വരാൻ തുടങ്ങി. നമുക്കിനി കുറച്ച് ഗാർലിക്കും കൂടി വേണം. വേണ്ട, അത്രയും വേണ്ട. ഇത് മതി. ഇനി ഗാർലിക് എന്ത് ചെയ്യണം? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇനി നമുക്ക് ഇതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് സാധാരണ അരിയണ പോലെ മിൻസ്ഡ് ഒന്നും ചെയ്യണ്ടല്ലേ? ഇന്നത്തെ വീഡിയോക്ക് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോഴൊന്നും കഴിയൂല. ലൈറ്റ് വന്നത് ഭയങ്കര മഴയാണ് പുറത്ത്. അതുകൊണ്ട് ഭയങ്കര മഴക്കാറും ഒക്കെ ആയിട്ട് ആകെ ഒന്നൊരു മൂടിയായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഉള്ളിലധികം നമ്മുടെ അടുക്കളയിലേക്കൊന്നും അധികം വെട്ടം ഇല്ല, വെയിലില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ ലച്ചുവിന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേക്കായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇത് ഇത്തിരി പൊട്ടാകത്തില്ലേ? ബിഗ് ബോസ് കാണാറുണ്ട് എല്ലാവരും? ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഈ സീസൺ എന്താ തിരക്കായിപ്പോയി ഞങ്ങൾക്ക്. ലൈവ് ഇപ്പം കാണാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അതിലെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ഇങ്ങനെ വരുമല്ലോ, അതൊക്കെ ഇരുന്ന് കാണും. ഇപ്പം എല്ലാവരെയും പേരൊക്കെ പഠിച്ചെടുത്ത്. നേരത്തെ എനിക്ക് അങ്ങനെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെന്താ അവരെ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം എല്ലാവരും അറിയാം ആരാണെന്നൊക്കെ. ഇല്ല, ആരും ആയിട്ടില്ല. ഇപ്പം അനുമോളങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇഷ്ടം വന്ന് തുടങ്ങുന്നുണ്ട് അനുവിന്. നല്ലൊരു എന്റർടൈനറാന്ന് തോന്നുന്നു അനു, അല്ലേ സേതേട്ടാ? പിന്നെ നമ്മുടെ ഗിസൈലിന് പുള്ളിക്കാരി ഒന്നും പോവരുത്. അപ്പൊ കുറച്ച് നമുക്ക് കണ്ടന്റൊക്കെ കാണാം. പെട്ടെന്ന് പോവാത്തത് ആരെയൊക്കെയാണ് ഇമ്മീഡിയറ്റ്ലി എലിമിനേറ്റ് ആക്കരുതെന്ന് നീ വിചാരിക്കണത്? ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ അല്ല കേട്ടോ ഞാനിപ്പോ പറയണത്. അവരുണ്ടെങ്കിലാണ് ബിഗ് ബോസ് എന്താ പറയുക കുറച്ചും കൂടി ബോറടിക്കാതെ കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അനുമോള്, ഗിസൈല്, പിന്നെ അനീഷ്, പിന്നെ മറ്റേ അപ്പാനി തല്ലു പിടിക്കൂലോ. ഇവരൊന്നും എൻ്റെ ഫേവറേറ്റ് അല്ല, ഞാൻ പറഞ്ഞതാണ്. പിന്നെ ആരാ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിൽക്കണത് ആ ഡോക്ടർ കുട്ടിയില്ലേ, എൻ്റെ പേരും മറന്നുപോയി. അത് പിന്നെ രേണു സുധി അവരൊക്കെയാണ് അധികം. അത് പോരാ, ഒനിയലിൻ്റെ പെർഫോമൻസ് ഒന്നും പോരാ. അക്ബർ അവരൊക്കെ നന്നായിട്ട്. പിന്നെ ഷാനവാസ്, നമ്മുടെ രുദ്രൻ അത്, പിന്നെ അവരൊക്കെ അവരേനൊക്കെ കാണുന്നുണ്ട് സ്ക്രീനിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. എനിക്ക് ഏറ്റവും ചിരി വരും അനുമോൾ എന്ത് ചെയ്താലും എനിക്ക് ചിരി വരും. നടപ്പും ആ ദേഷ്യവും ഒക്കെ. അതൊന്നും അറിയില്ല, ഞാൻ ഇപ്പോഴത്തെ ഇത് വെച്ച് പറഞ്ഞതാ. മേക്കപ്പിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ ചെല്ലുവില്ലേ CID പോലെ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ടിഷ്യൂ പേപ്പറൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കാം. ഗിസേലിന് ബാൻഡ് കിട്ടി. ഇല്ല, അത് ഇന്നൊരു ലൈവിലൊരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിൻ്റെ ഉള്ളില് ഗിസേലിന് ചാൻസ് കിട്ടി. ഗിസേലിന് ഡ്രസ്സൊക്കെ അതൊത്തിരി ഇതായിപ്പോയി, കിട്ടരുതായിരുന്നു. കുറച്ചുകൂടി നടക്കട്ടെ. അപ്പൊ നമ്മൾ കട്ടിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ റെഡി ടു കുക്ക്. നമ്മുടെ പൊട്ടറ്റോ ആയിട്ടുണ്ട്, ഒന്ന് കഴുകി നമുക്ക് എടുക്കാം. അപ്പൊ ഇത് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്രയും ആകെ ബീഫ്, പൊട്ടറ്റോ, ഓണിയൻ,
ഗാർലിക്, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയാണ് വേണ്ടത്. വേറെ ഒന്നും വേണ്ട. പിന്നെ കോൺ സ്റ്റാർച്ച്. അപ്പൊ നമുക്കിനി കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എത്രയും നേരം നമ്മൾ കട്ടിങ് അല്ലേ തന്നെ, നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പൊ അത് പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എല്ലാം കൂടി ഇടണോ ആദ്യം? വേണ്ട വേണ്ട. ആദ്യം എന്താ ഇടണേ? ഓണിയൻ. അപ്പൊ ആദ്യം നമുക്ക് സവാള ഇട്ടു. ഗാർലിക് അല്ലേ ആദ്യം ഇടുക? ഒന്ന് പോയി എന്റെ ചെയ്തു കേട്ടാ. ആദ്യം കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയന്റെ അവസാനം ഇപ്പഴല്ല, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, വെറുതെ ഇതൊക്കെ പറയാം. നമുക്ക് ഇതൊന്ന് ഇനി നമുക്ക് കുറച്ച് ഓയിൽ അധികം ആഡ് ചെയ്യാം. അധികം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. നമുക്കിനി ഇതിലെ പൊട്ടറ്റോ എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് ഓണിയൻ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. നമുക്ക് പൊട്ടറ്റോ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണല്ലേ? ചെറുതായിട്ട് ഫ്രൈയും ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് കുക്കും ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത കുക്ക് ആവില്ലേ? അല്ല, ഇതങ്ങനെയല്ല. ഇത്ര മതിയോ ചേട്ടാ? പോരെ? അടുത്ത ബാച്ച് പിന്നീട്. അല്ല, ഇനി ഇത് മതിയെന്ന്. ഇത്രയിലാണ് ചെയ്യാൻ പോണ? മതിയാ? ഞാൻ അടുത്ത ബാച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളിനി ഇത് ബോയിൽ ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കും. ഇത് ബോയിൽ ചെയ്യും? ഇതിന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ ബീഫ് അത്ര തന്നെയല്ലേ ഉള്ളൂ, ഇത്രയും മതിയാകും. അത് സ്ഥലം ഉണ്ടാ നോക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഓർത്തേ ലച്ചുവിന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ മുട്ട ബജി ഉണ്ടാക്കാം. അപ്പൊ 2-3 പൊട്ടറ്റോയും കൂടി അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ലച്ചുവിന് വലിയ ഇഷ്ടമാവട്ടത്. അപ്പൊ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അല്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞിട്ട് ഷുഗർ കുറച്ച് ഓരോ പിഞ്ച് ചെയ്തിട്ടാ. നമ്മൾ വേവണേന് മുന്നേ കുറച്ച് പ്രോസസ് ഉണ്ട്, അറിയോ? കൂട്ടി വെക്കാം. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഇതിന്റെ എഡ്ജൊക്കെ ചെറുതായിട്ടൊരു ക്രിസ്പ് ആകുമെന്ന്. ഒരു ബ്രൗൺ കളറാവും. നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പം അപ്പുറ സൈഡും അതുപോലെ ആവുമ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ക്രിസ്പി ആക്കരുത് കേട്ടോ. ഇപ്പം അതേ നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ ആയിട്ടുണ്ട്, കുറച്ച് ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തിനാണെന്നറിയോ? സ്റ്റീം വന്നത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെക്കാം. 2 minutes മൂടി വെച്ചാൽ മതി. ഇനി അപ്പം കാണാം. അപ്പം 2 minute ആയിട്ടുണ്ട് നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ട്. നമുക്ക് നോക്കിയാലോ? അടിപൊളി അല്ലേ? നമുക്കിനി ഇതൊന്ന് ഇതിലോട്ട് മാറ്റാം, ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ എന്തൊക്കെ മാറ്റി വെച്ചു അല്ലേ? സവാള മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റി വെക്കണ എല്ലാം അടുത്ത് തന്നെ വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഇനി നമ്മൾ ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കണം. ഇതിൽ വെള്ളം ഉണ്ടാവും, അത് കളയണമെന്ന്. പിന്നെ ഇതാ ഇനി ഇത്ര ഓയിലേ ഉള്ളൂ, ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അത്രയും മതിയിട്ട് ഓയിൽ, കുറച്ച് ഓയിൽ ഒഴിക്കുക. ബീഫല്ലേ? ഇനി നമ്മൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയപ്പെട്ട ബീഫ് നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ബീഫ് നമ്മൾ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം.
അല്ല നമുക്ക് പറ്റില്ല അങ്ങനെ ഓരോന്നായിട്ടൊക്കെ. ഇതിന്റെ കളർ കാണാനുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് വേവോ അങ്ങനെ, നമ്മൾ നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം എന്തായാലും എന്താ പറയുക വെന്തോളൂ. പിന്നെ ഈ പൊണതൊന്നും തുപ്പല്ല കേട്ടോ, ഈ ബീഫിൻ്റെ ഇത് പൊട്ടിത്തെറിക്കുന്നത്. ഇത് ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു പവാടി നമുക്ക് കുറച്ച് ഇത് പൊടിച്ചെടുക്കണം. പെപ്പർ ഇവിടെ ഒന്നും തീർന്ന് ഇനി ഇല്ലേ ഇല്ല. നമ്മൾ ആകെ എരിവ് കൊടുക്കണത് ഏതാണെന്നറിയോ? പെപ്പർ. വേറെ നമ്മൾ ഒരു സംഭവം ചില്ലി ഫ്ലേക്സോ ചില്ലി പൗഡറോ അല്ലെങ്കിൽ ചില്ലി ഒന്നും ഇടണില്ല. അത് നമ്മൾ പെപ്പർ നോക്കുമ്പോൾ ഇല്ല, തീർന്നിരിക്കുക. അപ്പം നമുക്ക് അതൊന്നും കൂടെ പൊടിച്ചെടുക്കാം. കാരണം നമുക്കിനി വേറെയും കറികളിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഇത് ഞാൻ എന്തായാലും ചൂടാക്കി എടുക്കണേ. നമ്മുടെ വീട്ടിലുണ്ടായ പെപ്പറാണ് കേട്ടോ ഇവിടെ. അപ്പം നീതൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് കിച്ചൺ ടൈൽസ് ബൈ നീതു എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയണത് ഇങ്ങനെ സ്പൈസസ് ഒക്കെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അപ്പം ആ ചെറു ചൂടോടുകൂടി തന്നെ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പറഞ്ഞത്. അപ്പം ഞാൻ ആ ഒരു മെത്തേഡാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ അവർ മല്ലിയൊക്കെ അങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടോടുകൂടി അങ്ങോട്ട് ചെറിയ ചൂടോളൂ കേട്ടോ. അതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ ഇനി ഫ്ലെയിം കൂട്ടി വെച്ചേക്കാണ് കേട്ടോ. ഉണ്ടാക്കിട്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തണുള്ളൂ. നല്ല മണം തന്നെയുണ്ടല്ലേ. നമ്മൾ ഈ സമയത്ത് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. കമോൺ മിസ്റ്റർ പ്രമോദ്. കുറച്ച് സോയാ സോസ്, കാരണം ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ ആവശ്യത്തില്. കുറച്ചിട്ടോ ഇതാവണ്ട ബേണാവണ്ട. ഈ സമയത്ത് തന്നെ നമ്മള് സോയാ സോസ്, കുറച്ച് ഷുഗർ, നമ്മൾ നേരത്തെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇത്തിരി ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. ഇനി കുറച്ച് വാട്ടർ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഓ, ഒന്നാമത് ഇപ്പൊ 2 മണിയൊക്കെ ആവാറായി. വിശക്കണുണ്ട്. കറണ്ട് കുറച്ച് വെള്ളം അധികം വേണ്ട കേട്ടോ. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തില്ലേ ഓണിയൻ, പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. ഇനി നമ്മള് പൊട്ടറ്റോ ഇനി ഒന്ന് ഇതാക്കട്ടെ. കണ്ടില്ലേ, പൊട്ടറ്റോ ഈ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ വെക്കാറുണ്ടോ ബീഫും പൊട്ടറ്റോ ഒക്കെ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്താ ചെയ്തിട്ട് ആഡ് ചെയ്യാം? കോൺസ്റ്റാർച്ച്. വെരി ഗുഡ്. നമുക്ക് കോൺസ്റ്റാർച്ച് ആഡ് ചെയ്ത് തിക്കനാവാനാണല്ലേ. ഒന്ന് ഇതാവാൻ. അതാ കൊറേ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് ആവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടാനുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പെപ്പർ ഇത്ര ഇട്ട് കൊടുക്കാം അല്ലേ. നമ്മള് വേറെ എരിവില്ലല്ലോ ഇതിലേക്ക്, മതിയില്ലേ? ഭയങ്കര എരിവായിരിക്കും. ചൂട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ബേൺ ആവട്ടെ. ഈ പൊട്ടറ്റോ പയ്യെ വറുത്തെടുക്കണം. എങ്ങനെയാണെന്നറിയോ? അതെ.
നമുക്കിതാ ഇതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. 2-3 മിനിറ്റ്. സിമ്മിലാണ് ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ ആയി കഴിയുമ്പോൾ കാണാം. ഞാനിവിടേക്ക് ഒന്ന് നീറ്റാക്കാം. അപ്പം നമുക്ക് നോക്കാം ആയാന്നുള്ളത്. മിക്സ് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് ലുക്കില്? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് വേണമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉപ്പിട്ടില്ലല്ലേ നമ്മള്? ഉപ്പിട്ട് ഇത് ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്ന് ചോദിച്ചാലും കിട്ടില്ല. തന്നെ ഉണ്ടാക്കി കഴിക്കണം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ബീഫ് സ്മൂത്താണോ? പറ, കഴിച്ചോണ്ടിരിക്കാതെ. നല്ല സ്മൂത്ത്. അത്യാവശ്യം നമുക്ക് കഴിക്കാം. അത്യാവശ്യമുള്ള അല്ല, അടിപൊളി. എന്റെ ടേസ്റ്റ് ഇങ്ങനെ വായിൽ നിന്നിട്ടേ ചെയ്തോണ്ടാണെങ്കിൽ ഇവിടെ കൊതിയിട്ട് ഇനി വീഡിയോ ഒക്കെ കോളാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്തോട്ടാ. ഇതിന് എത്ര ചെലവ് വന്നെന്ന് അറിയോ ഈ സാധനത്തിന്? 100 രൂപ. ബീഫിന് 100 രൂപ ഉള്ളൂ. നമുക്കിനി ഇങ്ങനെ ഉണ്ടാക്കാം. ഇപ്പൊ കടയിൽ പോയി മേടിക്കണമെങ്കിലോ 112 രൂപ. നിക്ക് ഇതിന്റെ അകത്ത് വരുന്നുണ്ടോ നോക്കട്ടെ. കുറച്ചും കൂടി കയറ്റി വെക്കണം കേട്ടോ അത്. നീ അതിങ്ങനെ ഒന്ന് ഇങ്ങനെ പൊക്കിയെടുത്ത് ഇവിടെ വെച്ച് കാണിച്ചാണ് ഒരു തമ്മനയിലെടുത്ത്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നത്. ഞാൻ ഇത്തിരി കഴിച്ചു നോക്കി. പൊട്ടറ്റോ കഴിച്ചിട്ടില്ല. കയ്യിലെടുത്ത് പിടിക്കും. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിലൊന്നും കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, അപ്പോൾ ആരും ടേസ്റ്റ് ആക്കുക. ആരും നമ്മളിൽ എന്തായാലും ചേർത്തത്. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം അല്ലേ? വലിയ ചിലവില്ലല്ലോ. നമുക്ക് ഇതുപോലെ ഗ്രീൻ ലീഫിൽ പോയി മേടിച്ചിട്ട് ചെറിയൊരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും കേട്ടോ. അല്ലെ, നമുക്ക് അങ്ങനെ വലിയ പണിയായിട്ട് തോന്നിയിട്ടില്ല. ഉണ്ടാക്കാറുണ്ട്. ലച്ചുവിന് ഇടയ്ക്ക് ഉണ്ടാക്കിക്കോ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതട്ടാ ഇല്ല, പോയായിരുന്നു. ഇതിൽ തന്നെ ചെയ്യാല്ലേ? വേറെ പ്ലേറ്റ് എടുക്കണോ? ഞാൻ പോർക്ക് വെച്ചിട്ട് പറഞ്ഞു ഇതാക്കി. പിന്നെ അല്ല, ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണമെങ്കിൽ. ഞാനൊന്ന് പോകും. അപ്പൊ ഞാൻ ഇതിന്റെ പൊട്ടറ്റോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പൊട്ടറ്റോ ഇത് കണ്ടോ? എങ്ങനെയുണ്ടേ? ഇത് ഇവിടെ ഉണ്ടാക്കിയതാന്ന് പറയില്ല. റെസ്റ്റോറന്റിൽ നിന്ന് മേടിച്ചാന്ന്. അങ്ങനെ മേടിച്ചാന്നേ പറയുള്ളൂ. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ ഞാൻ കണ്ട നിന്ന് തീർക്കോ കൊതിയാണ്. അത്ര ടേസ്റ്റ്, സത്യം പറയണത്. നമുക്ക് ഇത് ലച്ചുവിനെ പറ്റിക്കും. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷായിട്ട് വരാം കേട്ടോ. ബൈ.